നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ 2018 വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പെയിനെതിരെ നേടിയ ഹാട്രിക്ക്? ഓർക്കുന്നുണ്ടോ? പലരുടെയും മനസ്സിൽ ഇന്നും ആ ചിത്രം ഉണ്ടാവും. അവസാനം അദ്ദേഹം ആ ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഷോട്ട്സൊക്കെ ഇങ്ങനെ തെറുത്ത് കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ചിത്രം പലരുടെയും മനസ്സിലുണ്ടാകും. യെസ്, ഈ ചോദ്യം CR7 തന്നെ ചോദിച്ചാലോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്നത്തെ ഹാട്രിക്ക്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ചോദിക്കുന്നു, 2018 നിങ്ങൾ സ്പെയിനെതിരെ നേടിയ ഹാട്രിക്ക് ഓർക്കുന്നുണ്ടോ? മറുപടി നോക്കുക. ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ ഓർമ്മകളാണ് ഇന്നത്തെ നമ്മളെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ആ പഴയ ഓർമ്മകളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അത് ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഫുട്ബോൾ എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് ഇൻ ദി പാസ്റ്റ്. നമ്മൾ ജീവിക്കേണ്ടത് ഇന്നിൻ്റെ ഈ നിമിഷങ്ങളിലാണ്. വി ഹാവ് ടു ലൈവ് ഇൻ ദി മൊമെൻറ്റ്. ഈ നിമിഷങ്ങളിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളിപ്പോൾ ഒരു കിരീടത്തിനായിട്ട് നാളെ ഇറങ്ങുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് നാളെ. നമ്മളിപ്പോൾ ഒരു കിരീടത്തിനായിട്ട് നാളെ ഇറങ്ങുകയാണ്. ഒരിക്കൽ ഞങ്ങൾ ഈ കിരീടം ചൂടിയിട്ടുണ്ട്, ഇനിയും അതൊരിക്കൽ കൂടി നേടണം. അതിനാണ് ഇറങ്ങുന്നത്. അതിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ എന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു. കുറേ താത്വികമായ അവലോകനം, തത്വചിന്താപരമായിട്ടുള്ള അവലോകനമായിട്ടാണ് CR7 ഇത് പറയുന്നത്. പോരാട്ടങ്ങൾ ഇറക്കണ്ട. ആ മനുഷ്യന് ഇതിനെയൊക്കെ അങ്ങനെ കാണാൻ പറ്റൂ. പക്ഷെ നമുക്ക് ആരാധകർക്ക് എന്നും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഹാട്രിക് ആയിരുന്നു അത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ മത്സരം നടന്നത് അന്ന് 2018 ജൂൺ 15 രാത്രിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് സ്പെയിൻ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. 4ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോയുടെ പെനാൽറ്റിയിൽ മുന്നിലെത്തി നിൽക്കുന്നു പോർച്ചുഗൽ. പക്ഷേ സ്പെയിൻ തിരിച്ചടിക്കുന്നു. 24ാമത്തെ മിനിറ്റിൽ ഡിയേഗോ കോസ്റ്റ അവർക്ക് വേണ്ടി ഗോൾ അടിക്കുന്നു. ഒപ്പത്തിനൊപ്പം ഇരു ടീമും. പക്ഷേ CR7 അടുത്ത ഗോൾ 44ാമത്തെ മിനിറ്റിൽ ഇടവേള സമയത്ത് സ്പെയിൻ 2-1, പോർച്ചുഗൽ 2-1 മുന്നിൽ. പക്ഷെ സ്പെയിൻ വീണ്ടും തിരിച്ചടിക്കുന്നു. 55ാമത്തെ മിനിറ്റിൽ ഒരിക്കൽ കൂടി ഡിയേഗോ കോസ്റ്റയുടെ ഗോൾ. കഴിഞ്ഞ 58ാമത്തെ മിനിറ്റിൽ നാച്ചോയുടെ ഗോൾ കൂടി നേടുമ്പോൾ സ്പെയിൻ വിജയിച്ചു എന്ന തോന്നൽ എല്ലാവർക്കും. കളി 80 മിനിറ്റ് കഴിഞ്ഞു, 85 മിനിറ്റും കഴിഞ്ഞു. 88ാമത്തെ മിനിറ്റിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫ്രീ കിക്ക്. ഈ ഫ്രീ കിക്ക് ഗോൾ അടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തലതാഴ്ത്തി CR7 സംഘവും മടങ്ങേണ്ടി വരും. പക്ഷേ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ചങ്കുറപ്പോടെ ആ ഫ്രീ കിക്ക് വലയിലേക്ക് അടിച്ച് കയറ്റിയ നിമിഷം ഇന്നും ഓരോ CR7 മനസ്സിലും വളരെയധികം മിഴിവോടെ നിൽക്കുന്ന ചിത്രമാണ്. യെസ്, CR7 പറയുന്ന ഇടക്കൊക്കെ ഞാൻ ആ ഓർമ്മകളിലേക്കൊന്നും പോവാറുണ്ട്. അത് മോട്ടിവേറ്റ് ചെയ്യുമെന്ന്. യെസ്, ആ മോട്ടിവേഷൻ ഇന്നും കളത്തിൽ CR7 കാണിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ കിരീടം കൊണ്ട് പോർച്ചുഗൽ പോകും. പക്ഷേ സ്പെയിൻ ചില്ലറക്കാരല്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.